യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എനിക്ക് നിന്നെ ഒന്ന് കാണുമല്ലോ. എപ്പോ? എത്രയും പെട്ടെന്ന്, കഴിയുമെങ്കിൽ ഇപ്പൊ തന്നെ. ഈ സമയത്ത് ഞാനെങ്ങനെ വരാനാ? വന്നേ പറ്റൂ. എന്തിനാ ഈ സമയത്തിന് അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത്? അത്യാവശ്യമില്ലേ വിളിക്കത്തില്ലല്ലോ. സേനാപതിയുടെയും ഹേമേന്ദ്രന്റെ അടുത്തുനിന്നാ ഞാൻ വരുന്നത്. അവര് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എന്നുവെച്ചാ? പറയാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം എനിക്കറിയണം. കമ്മീഷണർ ഹേമേന്ദ്രനെ നിനക്ക് പണ്ടേ അറിയാവോ? ഇല്ല. പൂജയ്ക്കറിയാവോ? അറിയില്ല. എന്താ? അല്ല, എന്തെങ്കിലും കാര്യം പറഞ്ഞ് അയാൾ പണ്ടെങ്ങാനും സ്നേഹസദനത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നില്ല. എന്താ കാര്യം? നമ്മളെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അയാൾക്കെങ്ങനെ അറിയാം? നന്ദേട്ടന് പോലും അറിയാത്ത രഹസ്യങ്ങൾ അയാൾ എങ്ങനെ മനസ്സിലാക്കി? അറിയില്ല. ഇനി അരുണിമയായിട്ട് എന്തെങ്കിലും ബന്ധം? ഏയ്, അതിന് സാധ്യതയില്ല. ഈ നന്ദേട്ടനെ കുടുംബത്തെ നശിപ്പിക്കണമെന്ന ആവശ്യമായി സത്യത്തിൽ ആദ്യം വരുന്നത് ഈ കമ്മീഷണറാ. ഞാനും സേനാപതിയും ആ ദൗത്യത്തിൽ കൂടെ കൂടിയെന്നേ ഉള്ളൂ.
നന്ദേട്ടനും കുടുംബവും ശിഥിലമായി എന്നറിഞ്ഞതോടെ അയാൾ പതിയെ പിന്മാറി. ഇപ്പൊ ആ കുടുംബം വീണ്ടും ഒന്നിക്കുന്നു എന്നറിഞ്ഞപ്പോ അയാൾ വീണ്ടും രംഗത്ത് വന്നു. അയാൾക്ക് പകയുള്ളത് നന്ദേട്ടന്റെ കുടുംബജീവിതത്തോടാ. അതിനെന്താവാൻ കാരണം? ഇത് ചോദിക്കാനാണ് എന്നെ വിളിച്ചു വരുത്തിയത്. എനിക്കെങ്ങനെ അറിയാം? എന്തെങ്കിലും ഒരു ലീഡ് എങ്ങനെങ്കിലും കിട്ടിയാലൊന്ന് കരുതുന്നേ ഉള്ളൂ. ആ പിന്നെ നിന്നെ വിളിച്ചു വരുത്തിയത് മറ്റൊരു കാര്യം പറയാനാ. നന്ദേട്ടനെ അധികം വയ്യാതെ സേനാപതിയും കമ്മീഷണറും ഞാനും കൂടെ കൊല്ലും. കൂടെ നിൽക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തുപോയി. അപ്പോ നമ്മുടെ പ്ലാൻ? വാക്കല്ലേ കൊടുത്തിട്ടുള്ളൂ, മാറാവല്ലോ. നന്ദേട്ടനെ കൊന്ന് ആ കുറ്റം നിന്റെ തലയിൽ വെച്ചു തരാനാ അവരുടെ പരിപാടി. നീ ആരാണെന്നും നിന്റെ ഉദ്ദേശം എന്താണെന്നും അറിയാവുന്ന കമ്മീഷണർക്ക് അത് വളരെ എളുപ്പവുമാണ്. കമ്മീഷണർക്ക് നന്ദേട്ടന്റെ സ്വത്തിലൊന്നും ഒരു താല്പര്യവുമില്ല. അയാളുടേത് വെറുമൊരു പക മാത്രമാണ്. പക്ഷേ സേനാപതിക്ക് താല്പര്യങ്ങളുണ്ട്. അയാൾ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അയാളോടൊപ്പം നിന്നാൽ അറിയാവല്ലോ, എന്തെങ്കിലും 1% വെച്ച് നീട്ടുമെന്നുള്ളതല്ലാതെ നമ്മൾ ഈ വിചാരിച്ച പ്ലാൻ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്യും മുമ്പ് ആ കൃത്യം നമ്മൾ നടപ്പാക്കും. നന്ദേട്ടനെ കൊണ്ട് എല്ലാ പേപ്പറിലും ഒപ്പിടിച്ച് വാങ്ങിക്കണം. പേപ്പറൊക്കെ ഞാൻ ശരിയായിക്കോളാം, പക്ഷേ നീ മുന്നിട്ടിറങ്ങണം. എന്താ ഒരു മൗനം? ഇത് നമ്മൾ മുന്നേ തീരുമാനിച്ച കാര്യല്ലേ? പക്ഷേ നമ്മൾ ഇത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. വൈകും തോറും ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പാളിപ്പോവും. നമ്മുടെ ഡീലിൽ മറ്റാരും ഇല്ലല്ലോ? ഇല്ല, 50-50. എന്നാ പേപ്പറുകൾ ശരിയാക്കിക്കോ. ബാക്കി കാര്യം ഞാൻ പ്ലാൻ ചെയ്ത് പറയാം. എന്നാ എനിക്ക് പോവാലോ? ദിവസങ്ങൾ അധികമില്ല, അത് നീ ഓർത്തോണം. ശരി, എന്നാ ചെല്ല്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ ആദ്യം നന്ദനെ തീർക്ക്. നിന്നെ തീർക്കേണ്ട കാര്യം ഞാൻ നോക്കിക്കോളാം. ശങ്കരേ, എന്നെ മുന്നിൽ നിർത്തി പാതി കൊണ്ട് പോകാമെന്നുള്ള പൂതി താനങ്ങ് മാറ്റിവെച്ചേക്കും. സ്വത്തെനിക്ക്, ശിക്ഷ തനിക്ക്. അതിനുള്ള പണി ഞാൻ നോക്കിക്കോളാം. ഒന്ന് നിന്നേ.